ഹായ്. അപ്പം ഞാൻ എൻ്റെ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ബോക്സ് എന്നൊക്കെ പറയാം. പർപ്പിളിൽ നിന്ന് കിട്ടിയൊരു ബോക്സാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്ന കുറേ പ്രോഡക്റ്റ്സൊക്കെ ഉണ്ട്. ഇതെല്ലാം പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറേ പ്രോഡക്റ്റ്സാണ്. ഓരോ പ്രാവശ്യം ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കും. ഉപയോഗിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം മിക്കവാറും ഈ പൗഡർ മാത്രം ഇട്ടുകൊണ്ടൊക്കെ ഞാനങ്ങ് പോകും കേട്ടോ. എന്നാലും ഇതൊക്കെ പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഇത് ഞാൻ വാങ്ങിച്ചെങ്കിലും ഇതിനൊരു ഫെവിക്കോളിൻ്റെ സ്മെല്ലാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പറയണേ ഇതിൻ്റെ സ്മെല്ല്. ഇത് നമ്മുടെ കാജൽ. എഴുതി നോക്കിയില്ല, എഴുതി നോക്കണം. എഴുതി നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. നല്ല റേറ്റൊക്കെ ഉണ്ട്. ഒരു പെൻസിലാണ്, റെനിയുടെ പെൻസിൽ. അതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നറൊക്കെ കിട്ടും കേട്ടോ. സത്യത്തിൽ ഞാനിതിൻ്റെ ഷാർപ്നറൊന്നും കണ്ടില്ല. ഞാൻ ആ ബോക്സ് പിന്നെ നോക്കിയപ്പോഴാണ് അതിനകത്തൊരു ഷാർപ്നറും കൂടെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്കിതിനെ ഷാർപ്പ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. നല്ലോണം ലാസ്റ്റ് ചെയ്യും, വാട്ടർ പ്രൂഫാണ്. ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എന്തിനാണ് നമ്മൾ എഴുതുമ്പോൾ അറിയാം. ഇതൊക്കെ കാണിക്കുന്നതല്ലാതെ ഇതൊക്കെ എന്താണെന്ന് എങ്ങനെ അറിയാം. അടുത്ത ഡെർമാക്കോടെ ഒരു സൺസ്ക്രീനാണ്. SPF 50 എഴുതിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഇരുന്ന സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ മാമാർത്തിൻ്റെ ആയിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരുമാതിരി ഓയിലിയാണ്. അതുപോലെ ഭയങ്കര സ്മെല്ലും. നമ്മളെ ഫെവിക്കോളിൻ്റെ സ്മെല്ല്. ഇനി വല്ല ഫെവിക്കോളും ആണോ എന്തോ. ഇത് ഡെർമാക്കോടെ. അപ്പം ഞാൻ ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. നല്ലോണം അപ്ലൈ ചെയ്താൽ ഓയിലായിട്ടിരിക്കുകയൊന്നുമില്ല. പിന്നെന്താണ്, ഇത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കണ്ടതൊന്നും ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരാളാണെന്നൊക്കെ ചുമ്മാ ഇഷ്ടം കൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ കളർ എനിക്ക് ചേർത്തൊന്നുമില്ല. വെറുതെ വാങ്ങിച്ച് പെട്ടിക്കകത്ത് വച്ചേക്കാം. ഏതാ ഷെയ്ഡ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ തിരക്കും. ഇത് ഏതാ അതിൻ്റെ ഷെയ്ഡെന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ. കൂടുതൽ പറഞ്ഞുതരാമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനങ്ങനെ എൻ്റെ കയ്യിൽ വേറെ ലിപ്സ്റ്റിക്ക് ഒന്നുമില്ല. അതിൻ്റെ ഫസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാനൊരു ലിപ് ബാമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ചിലപ്പം വല്ലപ്പോഴും കൂടി. അത് മോയ്സ്ചറൈസറാണ് കേട്ടോ, മാമാർത്തിൻ്റെ തന്നെ. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്നോ മാമാർത്തിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. പക്ഷെ കൊള്ളാം. പിന്നെന്താ, അത് സെറ്റിംഗ് സ്പ്രേ. ഭയങ്കര മേക്കപ്പ് പോലെയാണ്. സെറ്റിംഗ് സ്പ്രേ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും നമുക്ക് മാരേജൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ആകപ്പാടെ ഇടുന്ന ഇത്തിരി മോയ്സ്ചറൈസറും പൗഡറും ഒക്കെ, അതൊന്നും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ. പിന്നെ ഇതൊരു കൺസീലറാണ്. വാങ്ങിച്ചെന്നേ ഉള്ളൂ, ഉപയോഗമൊന്നുമില്ല. അതുപോലെ ഇരിപ്പുണ്ട്. പിന്നെന്താ, ഇതേതാ, പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ചിലപ്പോൾ ഇടും, കുഴപ്പമില്ല. ചെറിയ അപ്പോൾ ഇത്രയൊക്കെ